എനിക്കാണ് ഛർദ്ദിച്ചിട്ട് നിൽക്കാനും മേല, ഇരിക്കാനും മേല, കിടക്കാനും മേല. ഒന്നാമത് മോർണിംഗ് സിക്നസ്, രാവിലെ തൊട്ട് പച്ച വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. എന്ത് കഴിച്ചാലും കണ്ടാലും എനിക്ക് ഛർദ്ദിയാ. ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ, ഞാൻ ഇവിടെ കണ്ട് ചത്തോ. നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെങ്കിലും ഒന്ന് വിളിക്കും. അമ്മേ, അവക്ക് ഛർദി, ആശുപത്രി കൊണ്ടുപോകണം. എടാ, ആ താലൂക്ക് ആശുപത്രി വല്ലതും കൊണ്ടുപോകാൻ നോക്ക്. ഇതെന്തോ ലോകത്തില്ലാത്ത പ്രസവം പോലെയാ. എന്നാ കണ്ടാലും ഛർദി. ഇവിടെ എന്നാ വേറെ പെണ്ണുങ്ങളൊന്നും പ്രസവിക്കുന്നില്ലേ? ഞാനൊക്കെ 2 പെറ്റതാ. എനിക്കൊന്നുമില്ലായിരുന്നു ഇത്രയും ഛർദിയാണേലും ഞാൻ എന്തൊക്കെ പണി ചെയ്യുമായിരുന്നു. മീൻ വെട്ടിക്കൊണ്ട് കൈ കൊടുക്കുമായിരുന്നു. ഇതങ്ങനെയാണോ? വെള്ളം കണ്ടാ ഛർദി, വിറക് കണ്ടാ ഛർദി. എനിക്ക് പറ്റത്തൊന്നുമില്ല. അവക്ക് പറ്റില്ലെങ്കിൽ കൊണ്ട് വീട്ടിലാക്കുക, വീട്ടുകാർ നോക്കട്ടെ. എനിക്ക് പറ്റത്തില്ല. എനിക്ക് കുടുംബശ്രീക്ക് പോണം, തൊഴിലുറപ്പിന് പോണം. പ്രൈവറ്റ് ആശുപത്രി ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമല്ല. താലൂക്കിൽ കൊണ്ടുപോയാ മതി. എന്റെ അടുത്തൊന്നും അല്ല കേട്ടോ കാശ് മുടക്കാൻ. ആകെപ്പാടെ ഈ നൂല് പോലത്തെ ഒരു മാലയെ എന്റെ കഴുത്തി കിടപ്പുള്ളൂ. ഇനി അതൊന്നും പണയം വയ്ക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ചെലവും കാര്യം നോക്കത്തൊന്നുമില്ല. നീയും നോക്കണ്ട. ആദ്യത്തെ പ്രസവല്ലേ, അവളുടെ വീട്ടുകാർ കൊണ്ടുപോക്കോട്ടാന്നേ. നീ തിരിഞ്ഞു പോലും നോക്കരുത്. അമ്മ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എല്ലാ ആശുപത്രിയിൽ പോയാലും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നേ. പിന്നെ താലൂക്കിൽ പോയാലും സ്കാനിങ്ങിനൊക്കെ പുറത്തോട്ടേ വിടുകയുള്ളൂ. അവളോട് അതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അവളെ താലൂക്കിലൊക്കെ കൊണ്ടുപോയെന്ന് അറിഞ്ഞാൽ വീട്ടുകാരും വെറുതെ വഴക്കൊക്കെ. അതൊന്നും വേണ്ട. ചുമ്മാ പണി ചെയ്യാതിരിക്കാനുള്ള അടവാ. എന്നെ കണ്ടാൽ അവക്കടെ ഛർദി. അപ്പുറത്തെ ആ പെണ്ണിനെ കണ്ടില്ലേ, ആ വത്സലയുടെ മരുമോള്? ഓ, ഗർഭിണിയാ. എന്നാലും എന്തോരം പണിയാ വീട്ടിൽ ചെയ്യുന്നതെന്നറിയുമോ? ആ കൊച്ചിനാണ് നിൽക്കാനുള്ള സമയം പോലും ഇല്ല. ഇവിടെയും ഉണ്ട് ഒരെണ്ണം, കട്ടിലി കിടപ്പ്. വെറുതെ പണി ചെയ്യാതിരിക്കാനുള്ള അവളുടെ അടവ്. അല്ലേ പിന്നെ എന്നാ പറയാനാ? ഞാൻ എന്നാലും കാശ് മുടക്കത്തൊന്നുമില്ല. ആദ്യത്തെ അല്ലേ, അവരുടെ വീട്ടുകാരോട് വന്ന്. നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ പൈസയല്ലേ പ്രശ്നം? അത് നിങ്ങളെനിക്ക് മുടക്കാൻ പാടില്ല. അതല്ലേ അവരുടെ പ്രശ്നം. ഇന്നാ വള കൊണ്ടുപോയി പണയം വെച്ച് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. അല്ല ഞാൻ ഇവിടെ കണ്ട് ചത്ത ഓത്തേ ഉള്ളൂ. ഇന്നാ. അത് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത്. അമ്മയാ ഇനിയിപ്പോ അങ്ങനെ ആവട്ടെ, കൊണ്ടുപോവാ.